ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എല്ലാവർക്കും മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഒരു മിനിറ്റ് പപ്പ പറയട്ടെ. സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ നോർമലി തണുപ്പൊക്കെ കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. നോർമലി നമ്മൾ ഈ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട പാലെടുത്തിട്ടാണല്ലോ ഷെയ്ക്ക് അടിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാ തണുപ്പ് കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ കട്ടപ്പാലൊക്കെ എടുത്ത് അടിച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. സോ നമ്മളിത് കുറുകി കിട്ടാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഷെയ്ക്കാക്കല്ല, നമ്മൾ ചെയ്തത് ഒരു പൂവമ്പഴം ഇട്ടു. ഞാനീ പൂവമ്പഴം ഇതിനകത്ത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത ഒരു കുഴക്കൊട്ട ചേർത്തു. അരിയുടെ കുഴക്കൊട്ട. ഹാഫ് ചോക്ലേറ്റ് ഇട്ടു. തിളപ്പിച്ചരച്ച പാൽ ഒഴിച്ചു. ഫ്രീസറിൽ വെക്കാത്ത പാല് തിളപ്പിച്ചരച്ചിട്ട് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുത്തു. ലുക്ക്, നല്ല ടേസ്റ്റാണ്. തണുപ്പ് കഴിക്കാൻ പറ്റാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. ട്രൈ ദിസ് വൺ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യണം. താങ്ക് യു. എന്നെ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ? ഫ്രണ്ട്സിനോട് എന്താ പറയാനുള്ളത്? ഇത് എന്റെ ഫേവറേറ്റ് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും കഴിക്കണം. Dear all, if you like this, please subscribe, share, like, and set comments too. Thank you. ഞാനിപ്പോൾ കുറുകി കിട്ടാൻ വേണ്ടി കുഴക്കൊട്ട ചേർത്തെന്നുള്ളതേ ഉള്ളൂ. കുഴക്കൊട്ടയ്ക്കകത്ത് തേങ്ങയും ശർക്കരയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് വെന്ത മാവ് മാത്രം. നിങ്ങൾക്ക് കുറുകി കിട്ടാൻ വേണ്ടി റവ വേവിച്ചതോ അവല് കുതിർത്തതോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. കട്ട പാലൊഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തതാണ് കുറുകി കിട്ടാൻ. ഓക്കെ, താങ്ക് യു.